Praise the Lord. Welcome to Hebronians podcast. ഹെബ്രോണിയൻസ് പോഡ്കാസ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് IPC എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരിക്കുന്ന KE എബ്രഹാം അപ്പച്ചൻ്റെ ഗ്രാൻഡ് ഡോട്ടർ സ്റ്റാർല ലൂക്ക്, അഥവാ ഞങ്ങളുടെ മേഴ്സിയാൻഡി, ആൻഡ് ലഫ്റ്റനൻറ്റ് കേണൽ VI ലൂക്ക്, ഞങ്ങളുടെ ലൂക്ക് അങ്കിൾ. മേഴ്സിയാൻഡി ലൂക്ക് അങ്കിൾ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഞങ്ങൾ ഹെബ്രോണിലെ യൂത്ത്സിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, ടു സ്പ്രെഡ് ദ വേർഡ് ആൻഡ് സ്പ്രെഡ് ദ എക്സ്പീരിയൻസ് എന്നുള്ളത്. സോ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സെക്കൻഡ് എപ്പിസോഡാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോകുന്ന പോഡ്കാസ്റ്റിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. സോ നിങ്ങളിവിടെ വന്നതിന് ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂ ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ്, ഹെബ്രോൻ്റെ ചരിത്രം, ഹെബ്രോൻ്റെ ഓർമ്മകൾ. 100 വർഷത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് പോഡ്കാസ്റ്റിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ ആദ്യത്തെ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളാണ്. ഹെബ്രോൻ എന്ന് കേൾക്കുമ്പോൾ ആൻറ്റിയുടെ മനസ്സിലോട്ട് വരുന്ന ഫസ്റ്റ് ഓർമ്മ, കുഞ്ഞിലത്തെ ആദ്യത്തെ ഒരു ഓർമ്മ, ചൈൽഡ്ഹുഡിൽ നിന്നുള്ള എന്തായിരുന്നു? ഞാൻ ജനിച്ചു വളർന്നത് സെക്കൻഡറാബാദിലാണ്. പക്ഷേ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഓഫ് കമ്മിങ് ടു കുമ്പനാട്. വെക്കേഷന് ഞങ്ങളെ ട്രെയിനിൽ 2-2.5 ദിവസം യാത്ര ചെയ്ത് ഹൈദരാബാദിൽ നിന്ന് ഇവിടെ വരുമ്പം നല്ല മൈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുമ്പം ബംഗ്ലാവിൽ അപ്പച്ചനും അമ്മച്ചിയും ഉള്ള ടൈമിൽ ഞങ്ങൾ അവധി സമയത്ത് ഇങ്ങനെ വരുമ്പം ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ. അവിടുന്ന് സിറ്റി ലൈഫിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എപ്പോഴും ആൾക്കാർ വരുന്നു പോകുന്നു. അപ്പച്ചനും അമ്മച്ചിയുടെ കൂടെയുള്ള ആ ലൈഫ്, ഫാമിലി പ്രെയർ ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്, ആൻഡ് അമ്മച്ചിയുടെ വേ ഓഫ് ഓൾവേസ് ഇൻറ്ററാക്ടിങ് വിത്ത് പീപ്പിൾ, എപ്പോഴും ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും അവരെ കരുതുന്ന ആ ഒരു ഓർമ്മയുണ്ട്. എനിക്ക് മെമ്മറിയിൽ ഏറ്റവും നന്നായിട്ട് ഓർമ്മയുള്ള ഒരു കാര്യം, ഞങ്ങൾ മടങ്ങി പോകാൻ പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് അപ്പച്ചന് പ്രാർത്ഥിച്ച് ഞങ്ങളെ വിടുന്ന ടൈമിൽ, അപ്പച്ചൻ്റെ ആ കസാരയിൽ അപ്പച്ചൻ ഇരിക്കുമ്പം ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ കാലിൻ്റെ ഒന്ന് ഇരുത്തും, അല്ലെങ്കിൽ കാലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ നിർത്തി പ്രാർത്ഥിച്ചിട്ട് അപ്പച്ചൻ വുഡ് ഗിവ് അസ് ഇങ്ങനെ 1 rupee കോയിൻ പ്രാർത്ഥിച്ച് തരുമായിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് വലിയൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അത് ഇറ്റ് വാസ് എ വെരി maybe a small thing, but for us it was a very precious, and then അപ്പച്ചൻ്റെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് 1974 ഡിസംബറിൽ അപ്പച്ചന് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. 74 ബിഗിനിങ്ങിലൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് അപ്പച്ചൻ കിടക്കുന്ന മുറിയുടെ കട്ടിലിൻ്റെ അടുത്ത് മമ്മി കട്ട്ലറ്റ് ഉണ്ടാക്കുമായിരുന്നു. അപ്പച്ചൻ കട്ട്ലറ്റ് വലിയ ഇഷ്ടമായിരുന്നു. സോ കട്ട്ലറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഓട്സ് കുടിക്കും. ആൻഡ് അപ്പച്ചൻ്റെ കട്ടിലിൻ്റെ അടുത്ത് പോയി, പ്രത്യേകിച്ച് ഞാനും എൻ്റെ സിസ്റ്റർ ഷേർലി, ഞങ്ങൾ പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടി സന്ധ്യ പ്രാർത്ഥന അപ്പച്ചൻ്റെ കട്ടിലിൻ്റെ അടുത്ത് അപ്പച്ചന്. സോ അപ്പച്ചൻ എൻജോയ്ഡ് ലിസ്ണിങ് ടു അസ് സിംഗിങ്. ഞങ്ങൾ പാടുന്ന പാട്ടുകൾ ഇംഗ്ലീഷ് കോറസസാണ് കൂടുതലും അന്ന് പാടുന്നത്. അപ്പം ആ പാട്ടുകളൊക്കെ കേൾക്കാനൊക്കെ, സോ ദ ജോയ് ഓൺ ഹിസ് ഫേസ്, that is something that is there in my memory. And അമ്മച്ചിയുടെ, she was a person who was always behind the curtain, പക്ഷേ ഭയങ്കര she really stole people's hearts. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അമ്മച്ചിയുടെ. സോ അമ്മച്ചിയുടെ warmth, her hugs, and അമ്മച്ചിയുടെ ആ സ്നേഹം, these are warm memories that I carry. ആ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുന്ന സമയത്ത് യു മസ്റ്റ് ബി ബോൺ അഗെയിൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് അപ്പച്ചനെ പാടി കേൾപ്പിക്കും, യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. ഓക്കെ, അങ്കിളുടെ ലൈഫിൽ അങ്കിള് കെയിം ടു ദിസ് ചർച്ച് ആഫ്റ്റർ മാരേജ്, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് മെമ്മറി എന്തായിരിക്കും? ഹെബ്രോൺ സഭയെ പറ്റിയിട്ടുള്ളൊരു മെമ്മറി എന്തായിരുന്നു? ഞാൻ ആക്ച്വലി 1984 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ആ സമയത്ത് ഈ സഭയിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ആ സമയത്ത് പാസ്റ്റർ PM ഫിലിപ്പ് ആയിരുന്നു ഞങ്ങളെ അനുഗ്രഹിച്ച് സോളമനൈസ് ചെയ്ത അദ്ദേഹം. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞിട്ട് ചില ദിവസങ്ങൾ ഇവിടെ താമസിക്കുന്ന സമയങ്ങളിലൊക്കെ ഹെബ്രോൺ സഭയിലെ കൂട്ടായ്മയിലൊക്കെ പങ്കുചേരുകയും ഇവിടുത്തെ എല്ലാവരും പുതിയതായിരിക്കെ എല്ലാവരുമായിട്ട് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാലങ്ങളിലൊക്കെ പല പ്രിയപ്പെട്ടവർ ഞങ്ങളെ വളരെ അധികമായി സ്നേഹിച്ചു വരുന്ന ഒരു കാലമായിരുന്നു. ആ സമയത്ത് എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ
കൂടുതൽ എൻ്റെ ആ യൗവന പ്രായത്തിലുള്ള ഓർമ്മ വടക്കേന്ത്യയിലായിരിക്കുന്ന സമയത്തുള്ളത്, അതൊക്കെ ഇങ്ങനെ മടങ്ങി വരികയും ഇവിടുത്തെ സഭായോഗത്തിൽ അത് പ്രാബല്യമാക്കി സാക്ഷ്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതാണ് എൻ്റെ ഒരു വളരെ എനിക്ക് സന്തോഷം വരുത്തിയ കാര്യങ്ങൾ. ആൻഡ് ആസ് എ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് കെ എബ്രഹാം അപ്പച്ചൻ, പഴയ ഓർമ്മകൾ, അതായത് നമ്മുടെ ഹെബ്രോൺ ചർച്ചിൻ്റെ ഒരു പ്ലാന്റിങ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഓർമ്മകൾ എന്തെങ്കിലും അപ്പച്ചൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? അപ്പച്ചന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഐ ഹേർഡ് ഫ്രം മൈ ഫാദർ പാസ്റ്റർ ടി എസ് എബ്രഹാം. ബിക്കോസ് എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് പാസ്റ്റർ കെ എബ്രഹാം അപ്പച്ചൻ, മൈ ഗ്രാൻഡ് ഫാദർ വെന്റ് ടു ബി വിത്ത് ദ ലോർഡ്. സോ അപ്പച്ചൻ, ആൻഡ് ദെൻ ഫ്രം ദ ബുക്ക് ഹിസ്റ്ററി that I read. So history of the church, we are celebrating the 100th year. So 1925 July 12th was a Sunday. ആ സൺഡേ ഒരു ആരാധനയ്ക്ക് മുമ്പ് തലേ ദിവസം ടാരിങ് മീറ്റിംഗ് നടന്നു, പലർ അഭിഷേകം പ്രാപിച്ചു, ആൻഡ് ചിലർ സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ ബൈബിൾ സ്റ്റഡി നടത്തി, സ്നാനത്തെപ്പറ്റിയുള്ളൊരു ക്ലാസ് എടുത്തിട്ട് സ്നാനം നടന്നത് അന്ന് പ്രയാട്ട് കടവിലാണ്, അവിടെ എരവി ബേരൂരിൻ്റെ അടുത്ത്. സോ അതിന് ശേഷമാണ് ആദ്യത്തെ ആരാധന ആരംഭിക്കുന്നത്. So we are really on the cusp of the 100th year. Literally 12th July, God willing, നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. So 100 years നോക്കുമ്പോൾ, of course ഞങ്ങൾ ആദ്യത്തെ we were not there, but from what I've heard it was a struggle. The early years were a struggle. ഒരു 20 വർഷം മുമ്പ് ഡാഡിയും ഞാനും ഒരു പ്രായമുള്ള ഒരു സീനിയർ അഡ്വക്കേറ്റ് ആൻഡ് എ ലേബർ ഓഫീസറിനെ കാണാനായിട്ട് ഞങ്ങൾ വള്ളംകുളത്ത് പോയി. ഹി വാസ് ആൻ ഓർത്തഡോക്സ് ബിലീവർ. അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മെമ്മറിയിൽ എപ്പോഴും, ഇറ്റ്സ് വെരി സ്ട്രോങ് ഇൻ മൈ മെമ്മറി. അപ്പച്ചൻ പറഞ്ഞത്, ഹെബ്രോൺ ഇതുവഴി നടന്നു പോകുമ്പോൾ, കുമ്മനാട്ടോട്ട് പോകുമ്പോഴൊക്കെ ഹി റിമെമ്പേഴ്സ് ആസ് എ ലിറ്റിൽ ബോയ്, സ്കൂൾ ബോയ് ആയിട്ട് ഇതുവഴി നടന്നു പോകുമ്പം, അന്ന് ഞങ്ങൾ ആ അപ്പച്ചനെ കാണുമ്പം ഹി വാസ് ഓൾമോസ്റ്റ് 90. പക്ഷെ നല്ല ഷാർപ്പ് മെമ്മറി ആയിരുന്നു. ഹി സെഡ് ഒരു ഷെഡ്, ദാറ്റ് ഈസ് എനിക്ക് തോന്നുന്നു കെ സി ഉമ്മൻ അപ്പച്ചൻ്റെ വീടിനോട് ചേർത്ത് ഉണ്ടായിരുന്ന അതിനോട് ചേർത്ത് പണിത ഒരു ഓല ഷെഡ്, അവിടെ ഷർട്ട് പോലും ഇടാതെ ചിലർ പ്രാർത്ഥിക്കുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേർപ്പും കണ്ണുനീരുമാ ഈ പ്രായമുള്ള KM തോമസ് എന്നായിരുന്നു അഡ്വക്കേറ്റിൻ്റെ പേര്. ഹിസ് മെമ്മറി ആസ് എ യങ് ബോയ്, ഹി സേസ് അവർ അന്ന് കണ്ണുനീരൊഴിച്ച് വേർപ്പും അവരുടെ കണ്ണുനീരും മിക്സായി അവർ പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് ഈ ക്യാമ്പസിൽ കാണുന്നതെന്ന് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ ഒരാളാണ്, ആൻ ഓർത്തഡോക്സ് ഓർ എ ജേക്കബൈറ്റ് ബിലീവർ. സോ അത് ഔട്ട്സൈഡറിൻ്റെ ഒരു ടെസ്റ്റ് മണി. സോ അതിനെക്കാട്ടിലും എന്തുമാത്രം എക്സ്പീരിയൻസസ് ആർ ഫാദേഴ്സ് ആൻഡ് ആർ ഗ്രാൻഡ് പേരൻസ് ഹാവ് ഇവിടുത്തെ ഹിസ്റ്ററി. എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ആക്ച്വലി ഇവിടെ 1980 മെയ് മാസത്തിലാണ് ഞാൻ നാട്ടിൽ, ഇവിടുത്തെ അമ്മച്ചി, ഹെബ്രോണിലെ അമ്മച്ചി സുഖമില്ലാതെ എന്നുള്ള ന്യൂസ് ഞങ്ങൾക്ക് സെക്രട്ടറി കിട്ടുകയും ഞങ്ങൾ ട്രെയിൻ കയറി നാട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മച്ചിയുടെ ഫ്യൂണറൽ ഇവിടെ നടക്കുക. അമ്മച്ചിയുടെ ഫ്യൂണറൽ ശേഷം വേർപാടിന് ശേഷമാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഹൈദരാബാദിൽ വെയിറ്റിംഗ് ഫോർ മൈ റിസൾട്ട്സ്. അന്നേരമാണ് ഞാൻ നാട്ടിൽ വന്ന് ഇവിടെ ഈ അമ്മച്ചിയുടെ ഫ്യൂണറലിന് വരുന്നത്. ഫ്യൂണറലിന് വന്നു കഴിഞ്ഞിട്ട് എന്നോട് ആരും ചോദിച്ചില്ല, ഫാമിലി മെമ്പേഴ്സ് തീരുമാനിച്ചു ഞാൻ നാട്ടിൽ ഡാഡിയുടെ കൂടെ താമസിക്കണം, ഇവിടെ കോളേജിൽ പോകണം. അങ്ങനെ ഞാൻ 3 വർഷം ഡിഗ്രിക്ക് ഇവിടെ പഠിച്ചത്. സോ ആ 3 years ഈ ചർച്ചുമായിട്ടുള്ള ബന്ധം എനിക്ക് നല്ല ഓർമ്മകളാണ്, വെരി സ്ട്രോങ് മെമ്മറീസ്. അന്ന് എനിക്ക് ഇത്രയും മലയാളം അറിയത്തില്ല, ഞാൻ സാക്ഷ്യം പറയുന്നത് എല്ലാം ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു. പക്ഷേ ഫൗണ്ട് ദോസ് ഇയേഴ്സ് വെരി വെരി ഇംപ്രഷനബിൾ. അന്ന് ലേറ്റ് പാസ്റ്റർ TK ജോർജ് ആയിരുന്നു ദ ലോക്കൽ പാസ്റ്റർ, ആൻഡ് എല്ലാം മലയാളത്തിലാണ്. ഇപ്പോഴത്തെ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല, ഇറ്റ് വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ. പക്ഷേ വളരെ ഇൻറ്റർസെസറി പ്രെയർ നടക്കുന്ന ഒരു ലോക്കൽ ചർച്ചായിരുന്നു അന്നും. അന്ന് ഡാഡി കേരള സ്റ്റേറ്റിൻ്റെ IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. സോ ഡാഡി 2-3 മാസത്തിൽ ഒരു സൺഡേ ആയിരിക്കും ഇവിടെ ആരാധന കൂടുന്നത്. മിക്ക സ്ഥലങ്ങളും ഡാഡിയുടെ കൂടെ
ഞാനും പോവും, മമ്മി ഉള്ളപ്പം മമ്മി ഞാനും പോവും. പക്ഷേ ഇടയ്ക്കിടയ്ക്കാണ് ഇവിടെ സഭായോഗത്തിന് വരുന്നത് ഇൻ ബിറ്റ്വീൻ. പക്ഷേ ഇവിടെ വരുന്ന ടൈമിൽ ഓർ ദ വീക്സ് ദറ്റ് വി വർ ഹിയർ വർ വെരി ഇംപ്രഷനബിൾ. പല കോട്ടേജ് മീറ്റിങ്സിന് നടന്നു പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇരുട്ടത്ത് രാത്രിയിൽ ഒക്കെ. സോ അന്നത്തെ എൽഡേഴ്സ് ആരും തന്നെ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഇല്ല. ബട്ട് ഐ റിമെമ്പർ ദറ്റ് വെരി വെൽ. എനിക്ക് നല്ല ഓർമ്മയുള്ളത് അഞ്ജനാട്ട് ഫാമിലിയിലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ആഞ്ജലിമൂട്ടിൽ നമ്മുടെ അലക്സ് ഇബ്രാഹിം പാസ്റ്റർ ആൻഡ് വാസ് എ വെരി യങ്സ്റ്റർ. അപ്പം അവരെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഓൾ ഓഫ് ദെം, ദേ വർ ഓൾ ആക്റ്റീവ് PYPA മെമ്പേഴ്സ്. മംഗലശ്ശേരിയിലെ ജോയ്ക്കുട്ടി ബ്രദർ, അങ്ങനെ സോ മെനി ആ ഫാമിലീസിൽ നിന്നൊക്കെയുള്ള അനേകർ അന്നത്തെ യങ്സ്റ്റേഴ്സായിട്ട് എനിക്ക് നല്ല മൈ മെമ്മറീസ് ആർ വെരി സ്ട്രോങ് അബൌട്ട് all of them. Yeah, സൺഡേ സ്കൂളിനെയും PYP പറ്റി ആൻറ്റിയുടെ അന്നത്തെ I was ഭയങ്കര I was very impressed. കാരണം അന്നത്തെ സൺഡേ സ്കൂൾ കുട്ടികൾ, ബിഗ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, വളരെ ആക്റ്റീവായിട്ടും അന്നെല്ലാം പ്രൈസ് കിട്ടുന്നത് പൊട്ടുന്ന ഒരു ഗ്ലാസും ഞാൻ അന്ന് ഓർക്കുമായിരുന്നു. വേറെ എന്തെങ്കിലും കൊടുത്താൽ അറ്റ്ലീസ്റ്റ് അത് ലാസ്റ്റ് ചെയ്യത്തില്ല, ഞാൻ മനസ്സിലിങ്ങനെ ഓർക്കും, പക്ഷേ പറയത്തില്ലായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം സൺഡേ സ്കൂൾ ആൻഡ് PYPA വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്ന യങ്സ്റ്റേഴ്സ്. ആൻഡ് അന്ന് ആരൊക്കെ സൺഡേ സ്കൂൾ ആൻഡ് PYPAയിൽ ആത്മീയമായിട്ട് മുൻപന്തിയിൽ നിന്നോ ഇന്ന് അവരെല്ലാവരും ദേ ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ മിനിസ്ട്രി. അത് പല രീതിയിൽ അവർ വിവാഹം കഴിഞ്ഞ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിരിക്കും, പക്ഷേ അവരെ കാണുമ്പോൾ വി നോ ദാറ്റ് ദ ലോർഡ് ഓണേർഡ് ദെം ഫോർ ദെയർ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ദെയർ യൂത്ത്. വേറൊരു കാര്യം, ഇത് കൊയിനോണിക്കകത്തുനിന്ന് ഞാൻ വായിച്ചാണ്, നമ്മുടെ ഈ ചേർച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇത് ചാപ്പൽ പണിയുന്ന സമയത്ത്, അതിന് മുമ്പ് ഇതൊരു സ്കൂളിൻ്റെ ഒരു പോർഷനായിരുന്നു, ഫ്രീ സ്കൂളായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് പണിയുന്ന സമയത്ത് വേൾഡ് വാർ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം അന്ന് ഭയങ്കര സ്ട്രഗിൾസ് ആയിരുന്നു എന്നിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും ഓർമ്മകൾ എനിക്കുണ്ടോ? ഐ മീൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ. അപ്പച്ചൻ്റെ ബുക്കിനകത്ത് ദർ ഇസ് എ മെൻഷൻ ഓഫ് ദാറ്റ്. ബിക്കോസ് അന്ന് ഹാളിൻ്റെ പണി മാത്രമല്ല, ഈവൻ ദ ബൈബിൾ സ്കൂളിൻ്റെ ആരംഭകാലമായിരുന്നു. സോ ദർ വാസ് ഇന്നത്തെ പോലെ ടൈത്ത് കൊടുക്കുന്ന ഒരു ഇൻകം ഫ്രം ടൈത്ത് unthinkable. Absolutely, not at all, one couldn't even comprehend. But anna in the midst of that lack, devathinte provision, miraculous provision, aneka pravasham they were able to experience. So our experiences are annathe nammade പൂർവ്വപിതാക്കന്മാരെ വിശ്വാസത്തിൽ ഉറച്ചത്. സോ ദേ ന്യൂ ദറ്റ് അവർ മനുഷ്യർ വിളിച്ചിട്ട് വന്നതല്ല, ദൈവത്തിൻ്റെ വിളി കേട്ട് വന്നത് കൊണ്ട് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ദറ്റ് ദ ലോർഡ് ഹാസ് കോൾഡ് us. ആൻഡ് പല many instances where the Lord provided. Okay, apart from that, വേൾഡ് വാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അങ്കിൾ സർവീസിലായിരുന്നു, ആർമിയിലായിരുന്നു, ഇന്ത്യൻ ആർമിയിലായിരുന്നു അല്ലേ. അപ്പോൾ അങ്കിളിൻ്റെ ഒരു ഏർലി ലൈഫ് ലൈക്ക് അന്ന് ആർമിയിലിരിക്കുമ്പോൾ തന്നെ അങ്കിൾ വിശ്വാസത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഞങ്ങൾ പല ടെസ്റ്റിമോണീസ് കേട്ടിട്ടുണ്ട്. സോ അങ്കിളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വിശ്വാസത്തിലും നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു സൈഡിൽ സർവീസും കൊണ്ടുപോകുന്നു, ഒരു സൈഡിൽ വിശ്വാസം ഒരുപോലെ കൊണ്ടുപോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് 1976 അത് ഓൾ ഇന്ത്യ ലെവലിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പാസ് ചെയ്ത് ഒരു 80,000 ചില്ലാനും കോമ്പറ്റീറ്റേഴ്സ് ഫ്രം ഓൾ ഓവർ ദ കൺട്രി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ടും ഫൈനലി 300 പേരാണ് സെലക്ട് ആവുന്നത്. അപ്പം ആ സെലക്ഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പൂർണ്ണമായി വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ നല്ല ശിക്ഷണം നൽകി. അന്നൊക്കെ ഞാൻ ഒരു TPM സഭയിലെ ഒരു വിശ്വാസി എന്ന നിലയിൽ അവർ പഠിപ്പിച്ച് തന്ന എല്ലാ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമക്കളോടുള്ള ഒരു സ്നേഹബന്ധം പുലർത്തുകയും പാസ്റ്റേഴ്സിനെ വളരെ അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അവിടെ പഠിച്ചതാണ്. അപ്പം അങ്ങനെ ആ ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടാണ് എനിക്ക് ഈ സെലക്ഷൻ കിട്ടുന്നത്. അപ്പം ആർമി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട്
പ്രലോഭനങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ കർത്താവിന് വേണ്ടി നിലനിന്ന് സാക്ഷ്യത്തെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ദൈവം കൃപ നൽകി. പല വട്ടങ്ങളും അവർ കുടിക്കാനായിട്ട് പറയുന്നു, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് പോകുന്നു. അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒത്തിരി പ്രലോഭിപ്പിച്ചു. പക്ഷേ ആ പ്രലോഭനങ്ങളിലൊന്നും പെട്ടുപോകാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. കാര്യം ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന എൻ്റെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലോട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പോട് മാത്രമല്ല, അനേകരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കളും എൻ്റെ മൂത്ത സിസ്റ്റർ ജസ്മാമയുടെ പ്രാർത്ഥനയൊക്കെയാണ് എന്നെ നിലനിർത്തിയത്. അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ എനിക്ക് ആ പ്രാർത്ഥനയുടെ പിൻബലമായിരുന്നു എൻ്റെ നിലനിൽപ്പ്. അങ്ങനെ ദൈവകൃപയാൽ ഒത്തിരി പരിശോധനയിൽ കൂടെ കടന്നു പോകുന്ന സമയത്തും വീണുപോകേണ്ട സമയങ്ങളിലൊക്കെ ദൈവം എന്നെ പരിപാലിച്ചു, ദൂതന്മാരെ അയച്ചെന്നെ സൂക്ഷിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ എൻ്റെ ഒരു ജീവിതമായിരുന്നു. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടും ഓഫീസറായി കഴിഞ്ഞിട്ടും എൻ്റെ ആ സാക്ഷ്യം മെയിൻറ്റെയിൻ ചെയ്ത ഒരു പെന്റിക്കോസ്റ്റൽ വിശ്വാസി എന്ന നിലയിൽ ജീവിച്ചു പോകുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ആ സമയത്തൊക്കെ ഒറ്റൊരു വിശ്വാസി പട്ടാളത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ സൂക്ഷിച്ചു. അതുപോലെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, ഒരു ടെസ്റ്റിമണിയാണ് ഞങ്ങളുടെ ഒരു കുട്ടി ഒരു ഏഞ്ചലിനെ പോലെ വന്ന് ഞങ്ങൾ റീഡയറക്റ്റ് ചെയ്ത് വിട്ട ഒരു ഇൻസിഡൻറ്റ് ഞങ്ങളുടെ ലൈഫിലുണ്ട് സർവീസ്. അതൊന്ന് ഷെയർ ചെയ്യുമോ? ഞാൻ മൊത്തത്തിൽ 4 ഓപ്പറേഷണൽ ഏരിയസിലാണ് പങ്കുചേർന്നത്. അപ്പോൾ ശ്രീലങ്കയിൽ ഞാൻ 1989 പോകുന്നത്. ആ പീരിയഡിൽ മുല്യവലൈ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് മുല്ലത്തീവുയ്ക്ക് അടുത്താണ്, മുല്യവലൈ പോസ്റ്റിൻ്റെ കമാൻഡറായിട്ട് എന്നെ നിയമിച്ചു. ആ സമയത്ത് എനിക്ക് ക്യാപ്റ്റനായിരുന്ന എനിക്ക് മേജർ റാങ്ക് നൽകി ആ പോസ്റ്റ് കമാൻഡറായിട്ട് എന്നെ നിയമിച്ചു. ആ സമയത്ത് പല ഓർഡേഴ്സ് അനുസരിച്ചിട്ട് പോസ്റ്റ് വിട്ടിട്ട് LTT എന്ന് പറഞ്ഞ ആ തീവ്രവാദികളെ അവരെ എതിരേൽക്കും, അവരെ കൊന്നുകളയാനായിട്ടുള്ളൊരു ഓർഡേഴ്സൊക്കെയാണ് കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ പട്ടാള സേവനങ്ങളിൽ 23 വർഷം സർവീസ് ചെയ്ത സമയങ്ങളിലൊക്കെ എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു: ദൈവമേ, ഒരു മനുഷ്യനെ പോലും കൊല്ലാൻ ഇടവരുത്തല്ലേ, അവരെ സേവിക്കുകയും അവരെ കർത്താവിലേക്ക് രക്ഷയുടെ മാർഗത്തിലേക്ക് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് തന്നെ എന്നെ നടത്തണമെന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പം അങ്ങനെ തന്നെ ദൈവം സഹായിച്ചു. ആരെയും കൊല്ലാനും ഇടവരുത്തിയില്ല. മാത്രമല്ല, എൻ്റെ കീഴിൽ ജോലി ചെയ്തവരെല്ലാവരും തന്നെ സുരക്ഷിതത്തോടെ ആരും കൊല്ലപ്പെട്ടിട്ടുമില്ല. അത് എനിക്ക് തോന്നുന്നു അപൂർവമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ആ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്, ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു 1979 ആ സമയത്തൊക്കെ ഈ സഭയുടെ പാസ്റ്റർ ഏബ്രഹാം വർഗീസ് ആയിരുന്നു. 1989 സമയത്ത് ഞാൻ ശ്രീലങ്കയിൽ പോകുന്നു. ആ സമയത്ത് പാസ്റ്റർ ഏബ്രഹാം വർഗീസും ഈ സഭ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഞാൻ പറയട്ടെ, ഒരു രാത്രിയിൽ ഇങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് പോകുന്ന സമയത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ആ യാത്രയിൽ പോകേണ്ടതിന് പകരം ഒരു 8 വയസ്സ് ഏകദേശം കാണും ആ പൈതൽ. 8 വയസ്സ് പ്രായമുള്ള ഒരു പൈതൽ മെയിൻ എൻട്രൻസിൽ രാത്രിയിൽ 2 മണിക്ക് വന്ന് പറയുക, സർ അങ്ങ് പോവാതുങ്ക. ഞാൻ തമിഴ് എനിക്കറിയാം. അപ്പം തമിഴ് ഭാഷയിൽ അന്ന് പറയുക. അപ്പം സെൻട്രിക്കൊന്നും മനസ്സിലായി ഇതാരാ, എവിടുന്നാണ് വന്നെന്നൊക്കെ. ടു കട്ട് എ ലോങ് സ്റ്റോറി ഷോർട്ട്, പുള്ളി അകത്ത് വിളിച്ച് വരുത്തി. പുള്ളിയോട് ഞാൻ ചോദിച്ചു എന്താ എവിടുന്നാ വരുന്നൊക്കെ. പുള്ളി പറഞ്ഞു, ഇപ്പം ഒന്നും അതൊന്നും ചോദിക്കണ്ട, അതെല്ലാം നിങ്ങൾ പിന്നീട് പേസലാം, ഉടനെ இந்த இடத்துக்கு போகாதுங்க,
എന്ന പുള്ളി പറഞ്ഞു. അതിനർത്ഥം അങ്ങോട്ട് പോകല്ലേ, മറ്റേ വേറെ റൂട്ട് പിടിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നി അത് അനുസരിക്കണം. ഒരു പൈതല, 8 വയസ്സുള്ളൊരു പൈതല. പക്ഷേ ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പോടെ ഞാൻ എൻ്റെ പ്ലാനെല്ലാം തിരുത്തി ട്രിപ്സിനെ വേറെ രീതിയിലൊരു ഡയറക്ഷനിലോട്ട് കൊണ്ടുപോയി തിരിച്ച് മടങ്ങി ഡ്യൂട്ടി ചെയ്ത് വന്നു. അടുത്ത ദിവസം കേൾക്കുന്ന ആ സ്റ്റോറി ഇതാണ്. LTTക്കാർ നമുക്ക് വേണ്ടി ആ റൂട്ടിൽ കാത്തിരിക്കുകയായിരുന്നു. ഇൻ കേസ് ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നെങ്കിൽ ഞങ്ങളൊരു 32 പേര്, കുറേ പേര് മരിക്കേണ്ടി വന്നേനെ. LTTയുടെ വെടിയുണ്ട ഏറ്റ്. പക്ഷേ ദൈവം എല്ലാവരെയും സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുവാൻ ദൈവം സഹായിച്ചു. പ്രൈസ് ലോർഡ്. അങ്കിള് മേജറായിട്ടായിരുന്നു റിട്ടയർ ആയതല്ലേ? ഞാൻ മേജറായിട്ട് റിട്ടയർ. പക്ഷേ ആഫ്റ്റർ സോ ലോങ് ഇയേഴ്സ് ലെഫ്റ്റനന്റ് കേണലായിട്ടാണ് ഇപ്പോൾ അങ്കിള്. 2003 ഞാൻ റിട്ടയർ ചെയ്ത് ഇവിടെ കുമ്മനാട്ടോട്ട് വരുന്ന. അത് കഴിഞ്ഞിട്ട് ഒരു 2016 ആയപ്പോഴാണ് വേറൊരു വിഷയത്തിൽ എനിക്ക് എൻ്റെ പ്രൊമോഷൻ സ്റ്റോപ്പ് ചെയ്ത വിഷയത്തിൽ, അത് വലിയൊരു സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വളരെ സംക്ഷിപ്തമായിട്ട് പറയുന്നു. ദൈവം അത്ഭുതം ചെയ്ത് എനിക്ക് എൻ്റെ റാങ്ക് തിരിച്ച് ലഭിക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ സർവ ആനുകൂല്യത്തോടെ എനിക്ക് എൻ്റെ റാങ്ക് റെസ്റ്റോർ ആക്കി കിട്ടി. സുപ്രീം കോർട്ടിൽ കേസ് ജയിക്കുകയും, ഞാൻ കൊടുത്ത കേസുമല്ല, മറ്റവർ എൻ്റെ പല കമ്പാട്രേറ്റ്സ് അവരൊക്കെ കൊടുത്ത ചില കേസസിന് സുപ്രീം കോർട്ട് കറക്റ്റായിട്ടുള്ള വിധി, നമുക്ക് അനുകൂലമായിട്ടൊരു വിധി നൽകി. അങ്ങനെ എനിക്ക് എൻ്റെ റാങ്കും റെസ്റ്റോറായി കിട്ടി. റിട്ടയർഡായിട്ടൊരു ആൾ അത്രയും 10-13 വർഷം സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടയർഡ് ലൈഫിലായിരിക്കുന്ന ഒരാളിന് ഗവൺമെൻറ് ഇങ്ങനൊരു വിധി അനുസരണത്തോടെ ഗവൺമെൻറ് അങ്ങനെ ഒരു പ്രൊമോഷൻ എനിക്ക് നൽകുന്നത് വളരെ വളരെ അപൂർവമാണ്. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയായിരുന്നു. ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു കാര്യത്തിൽ ദൈവം ഇടപെട്ട് സഹായിച്ചു. ഓക്കെ, ആ ഒരു ടെസ്റ്റിമണിയിൽ നിന്ന് ഒരു കുട്ടീനെ പറ്റി പറഞ്ഞല്ലോ. അതിനുശേഷം ആ കുട്ടീനെ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു? അതാണ് അതിൻ്റെ ഒരു വലിയൊരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം. എന്നെ ഈ രീതിയിൽ വളരെ അർജൻറ്റായിട്ട് പറഞ്ഞ കുട്ടിയെ ഞാനത് അങ്ങനെ തന്നെ അനുസരിച്ചു, ഓർഡേഴ്സ് കൊടുത്തു. പിന്നെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹത്തെ അവിടെ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം ഈ പോസ്റ്റിനകത്ത് കാണുമെന്ന്. അപ്പം ട്രിപ്സിനോട്, മീതിയുള്ള ട്രിപ്സ് ആ പോസ്റ്റിനകത്തുണ്ട്, അവരോടൊക്കെ പറഞ്ഞു എവിടെയായി കുട്ടി ഒന്ന് തേടി തപ്പിക്കൊണ്ടുവരുക. എല്ലായിടത്തും നോക്കിയിട്ട് ആ കുട്ടിയെ കാണാനില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു ദൈവദൂതനായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു തൃപ്തിയോടെ സമാധാനത്തോടെയാണ് ഞങ്ങൾ പിന്നെ പോസ്റ്റ് വിട്ടിട്ട് നമ്മുടെ ഓപ്പറേഷന് പോകുന്നത്. എനിവേ, ബാക്ക് ടു ഹെബ്രോൺ. നമ്മുടെ ഹെബ്രോൺ ചർച്ചിൽ ആൻറ്റി പണ്ട് ഇതിൽ വെക്കേഷന് വരുന്ന കാര്യം പറഞ്ഞല്ലോ. വെക്കേഷന് വരുന്ന സമയത്ത് ഈ ചർച്ചിൽ തന്നെ ആയിരുന്നല്ലോ അന്ന് കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ 100ാമത്തെ ആനിവേഴ്സറിയിൽ എത്തി നിൽക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു ഓലയോ ഓടോ എന്തോ ഓടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മൾ ഇരിക്കുന്നത് വലിയൊരു ചർച്ചിലാണ്. അപ്പോൾ ഇത്രയും ഒരു വാസ്റ്റ് ചേഞ്ച് ആണ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അന്നത്തെ ആരാധനയോ അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ കൂട്ടായ്മ ഒക്കെ ഇപ്പോഴത്തെ നമ്മളിങ്ങനെ ഒരു ഒത്തിരി സൗകര്യമായപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതോ എങ്ങനെയാണ് ആൻറ്റിയുടെ ഒരു ഓർമ്മകൾ? എങ്ങനെയാണ്? എൻ്റെ ഓർമ്മയിൽ ഡെഫിനറ്റ്ലി ഓടിട്ട ഹോളാ എൻ്റെ ഓർമ്മ മുഴുവനും. അന്ന് ലിമിറ്റഡ് ഒരു ഡ്രമ്മർ, യുനോ, ഒരു ടാമ്പറിൻ, ഇങ്ങനെ ജസ്റ്റ് ഫ്യൂ തിങ്സ് ലൈക്ക് ദാറ്റ്, പക്ഷേ വളരെ പാഷനറ്റായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു നമ്മൾ ചിറ്റേഴത്തെ ഷിമോച്ചൻ അപ്പച്ചന് സൈക്കിൾ അപ്പച്ചന് ഇവരുടെയൊക്കെ ഈ ഭാഗത്ത് നിന്നാണ് സാക്ഷ്യം പറയുന്നത്. അന്നത്തെ മച്ച് സ്മോളർ ഹോൾ, ഇത്രയും വൈഡോ ഇത്രയും വലിയ ഹോളല്ല. പക്ഷേ അവർ ആ പ്രായത്തിലും അവരുടെ പാഷൻ വളരെ പാഷനറ്റായിട്ട്, ഷിമോച്ചൻ അപ്പച്ചൻ്റെ എനിക്ക് ടെസ്റ്റിമണി ഇന്നും നല്ല ഓർമ്മയാണ്. അപ്പച്ചൻ ഒരു വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു. സോ അപ്പച്ചന് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു റീഫ്യൂവലിംഗ്.
എല്ലാ ആഴ്ചയിലും അല്ല എല്ലാ 2-3 ദിവസവും കൂടി ഇരിക്കുമ്പോഴും വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിക്കണം. പെട്രോൾ ഒഴിച്ചില്ലെങ്കിൽ ഓടത്തില്ല. സോ അത് പരിശുദ്ധാത്മാവിനോട് കമ്പയർ ചെയ്ത് പറയുമായിരുന്നു. സോ കഴിഞ്ഞ ആഴ്ച ഒഴിച്ച പെട്രോൾ കൊണ്ട് ഈ ആഴ്ച വണ്ടി ഓടത്തില്ല. സോ യു നീഡ് എ ന്യൂ ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എവറി ഡേ എന്നുള്ള ഒരു എക്സാമ്പിൾ അപ്പച്ചനൊക്കെ അന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സോ ഐ റിമെമ്പർ ദാറ്റ്. എനിക്ക് വേറെ ഒരു ഓർമ്മയുണ്ട്. എനിക്കൊന്ന് 7-8 വയസ്സുള്ളപ്പോഴായിരിക്കും ഇവിടെ ഒരു സമ്മർ ടൈമിൽ വന്നപ്പം ഇവിടുത്തെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയാണ്. സൺഡേ സ്കൂൾ ആനിവേഴ്സറി ഇവിടെ നടന്നിട്ട് പഴയ ബൈബിൾ സ്കൂളിൻ്റെ ബോർഡിങ് അവിടെ ഡൈനിങ് ഹാൾ അവിടെ വെച്ച് എനിക്ക് തോന്നുന്നത് അതിന് ശേഷമുള്ള റിഫ്രഷ്മെൻറ്റ്സ് ആണോ ഏതോ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ഇടിയൻ മഴ. അപ്പച്ചൻ ആൻഡ് അമ്മച്ചി അന്ന് ബംഗ്ലാവിലുണ്ട്. അപ്പച്ചൻ അവിടെ ഉണ്ട്, അമ്മച്ചി മേ ഹാവ് ബീൻ ഹിയർ. ഞങ്ങളെല്ലാവരും അവധിക്ക് വന്ന ഒരു ടൈമാണ്. അന്ന് ഈ ഇടി വെട്ടുന്നു, ഭയങ്കര മഴയാണ്. ആൻഡ് സഡൻലി ആരോ അവിടെ വന്ന് പറഞ്ഞു വത്സൻ ചായന് ഷോക്ക് അടിച്ചെന്ന് പറഞ്ഞു. ആ ഡൈനിങ് ഹാളിൽ വെച്ച് വത്സൻ ചായന സ്വിച്ച് ഓൺ ചെയ്യുവാന്നോ എങ്ങനെ ഇടി വെട്ടിയപ്പോഴാണ് ഹീ ഗോട്ട് എ ഷോക്ക് ആൻഡ് ഹീ ഫെൽ ഡൗൺ. ആൻഡ് അവിടെ ഫ്യൂ പീപ്പിൾ ഈയിടെ ഞങ്ങൾ അതിനെപ്പറ്റി വത്സൻ ചായന ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചു. അന്ന് വത്സൻ ചായന മേ ഹാവ് ബീൻ 15 or 16 years old or maybe younger, 13 or 14 maybe. സോ അത് ഞങ്ങൾക്ക് ഐ റിമെമ്പർ അപ്പച്ചനോ ഒക്കെ ബംഗ്ലാവിലിരുന്ന് അത് കേട്ട് പെട്ടെന്ന് വിഷമിക്കുന്നതും പിന്നീട് വത്സൻ ചായനെ അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതും ഹി വാസ് ഓക്കെ. പക്ഷേ ആ ഒരു സൺഡേ സ്കൂൾ ആനിവേഴ്സറി, ഹെബ്രോൺ സഭയുടെ ഒരു സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് അന്ന് പ്രസ്സിൽ ജോസഫ് ചായനും തങ്കച്ചായനും വേറെ പലരും ഹെബ്രോൺ ചർച്ചിലെ പലരും അന്നത്തെ പ്രായമുള്ളവർ വത്സൻ ചായനെ അവിടെ കൊണ്ടുവരികയും ഒക്കെ ഞാൻ ആ ഒരു മെമ്മറി ഞങ്ങൾ ഇവിടെ വന്ന് ചർച്ചിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകുന്നതിന് മുമ്പ് ഉള്ള ഒരു മെമ്മറിയാണ്. പിന്നെ ചർച്ചിൻ്റെ ആരാധന രീതി ഓവർ ദ ഇയേഴ്സ് 2000 ഞാൻ നാട്ടിൽ വന്ന് ഫുൾ ടൈം ഇവിടെ ആകാൻ ഇടയായത്. ഈവൻ 2000 മുതൽ ഇപ്പം വരെ തന്നെ ഞാൻ കാണുമ്പം വളരെ ഗ്രാജുവലി പക്ഷേ വളരെ നന്നായിട്ട് ചർച്ചിൻ്റെ ഒരു ട്രാൻസിഷൻ ഇതുവരെ നടന്നിട്ടുണ്ട്. യൂത്തിൻ്റെ ആക്ടിവിറ്റീസ് യൂത്ത് ഇത്രയും കൂടുതൽ PYPA വാസ് ഓൾവേസ് സ്ട്രോങ് ഹെബ്രോൺ ചർച്ചിൽ. അപ്പം ആ PYPA യങ്സ്റ്റേഴ്സിനെ സ്ട്രോങ് ആക്കാൻ എല്ലാ പാസ്റ്റേഴ്സും ഹാവ് പ്ലേഡ് എ ബിഗ് റോൾ. സോ യൂത്തിനെ ആക്റ്റീവ് ആക്കി നിർത്തിയതാ ചർച്ച് ഗ്രോത്ത്, ഈ ലോക്കൽ സഭയുടെ ഗ്രോത്തിൻ്റെ ഒരു വലിയ സീക്രട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ് ഫോർ ദാറ്റ്. ആദ്യത്തെ കാലത്തെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെ യങ്സ്റ്റേഴ്സ് അന്ന് അവരുടെ ലിമിറ്റഡ് രീതികൾ ദേ ഡിഡ് തിങ്സ്. ബട്ട് ഇന്ന് അത് ഈവൻ ആരാധന രീതിക്ക് ഉള്ള ഈവൻ ദി ട്രഡീഷണൽ ആരാധന എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ടൈപ്പിൽ നിന്നൊരു ഷിഫ്റ്റ് വന്നതും ഓൾമോസ്റ്റ് 2005, 2008, 2009 ആ ഒരു ടൈം പീരിയഡിലാണ് lot of changes happened and active worship was encouraged. അങ്ങനെ I have seen that happening. നമ്മുടെ എബ്രോൺ ചർച്ചിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് എനിക്ക് ഓർമ്മയുണ്ടോ? ഐ മീൻ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഏതെങ്കിലും വർഷത്തിൽ പ്രത്യേകം നടന്നിട്ടുള്ള സംഭവം? ഇപ്പം എൻ്റെ ഓർമ്മയിൽ എനിക്ക് പെട്ടെന്ന് വരുന്നത് നവതി ആ ഒരു സെലിബ്രേഷനാണ്. 10 വർഷം മുമ്പ് നടന്ന ആ ഒരു സെലിബ്രേഷനാണ് ശരിക്കും ഞാൻ ഇതിനകത്തോട്ട് ഇൻവോൾവ് ആയി വരുന്നത്. അപ്പോൾ അതുപോലെ ആൻറ്റിക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും? എബ്രോൺ ചർച്ചിൻ്റേതായിട്ട് പെട്ടെന്ന് I'm not able to, maybe if I think and recollect, I'm not able to recollect anything immediately. പക്ഷേ ലോക്കൽ ചർച്ചിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, വിമൻസ് ഫെലോഷിപ്പ്, ഈ കേരളത്തിലെ സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ നമ്മുടെ ഹെബ്രോൺ ചർച്ചിലെ വിമൻ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഫ്രം ദ ബിഗിനിങ്. അത് പറയുമ്പം ഐ മസ്റ്റ് ടെൽ യു ദാറ്റ് IPC വിമൻസ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സോദരി സമാജം അന്ന് ആരംഭിച്ച ആ പ്രവർത്തനം ആരംഭിച്ചത് ഹെബ്രോൺ ചർച്ചിൽ നിന്ന് 1930s. അത് 1930 തന്നെ ആരംഭിച്ചതാണ്. ബിക്കോസ് ഓർ മേ ബി ഈവൻ 25-27 ആ ഇയേഴ്സിൽ 1925-27 തന്നെ മിസ്സസ് കെ ഇബ്രാഹിം, മൈ ഗ്രാൻഡ് മദർ, മിസ് അന്നമ്മ മാമൻ, മംഗലശ്ശേരിയിലെ 1 or 2 അമ്മച്ചീസ്, അങ്ങനെ കുറച്ച് 5 or 6 അമ്മച്ചിമാർ ഒന്നിച്ച് വന്നിരുന്ന് ഈ ഹാളിലിരുന്ന് പ്രാർത്ഥിച്ച അവർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഫാമിലീസിനെ വിസിറ്റ് ചെയ്യുകയും ആ ഫാമിലീസിനോടൊപ്പം വീട്ടിലെ കാര്യങ്ങളിൽ അവരെ സഹായിക്കുകയും അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ വളരെ
പ്രാർത്ഥിച്ച് ലേഡീസ് ഒന്നിച്ചു വന്ന് വേറെ ഒന്നും നോക്കിയില്ല. ഇവരനുഭവിക്കുന്ന ആത്മീയ സന്തോഷം മറ്റ് ഫാമിലീസ് അനുഭവിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച വിമൻസ് ഫെലോഷിപ്പ് അല്ലെ സോദരി സമാജം എന്നുള്ള ഒരു പ്രവർത്തനം തന്നെ ആരംഭിക്കുന്നത്. സോ ഐ വോണ്ട് ടു ടെൽ യു, അന്നത്തെ നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് അവരാരും പുൾപിറ്റിൻ്റെ they did not want to stand behind the pulpit, but they stood in the gap as intercessors. അവർ പുൾപിറ്റിൻ്റെ പിന്നിൽ നിന്ന് അവർക്ക് പ്രസംഗിക്കണമെന്നോ സംസാരിക്കണമെന്നോ ഒരു പൊസിഷൻ വേണമെന്നോ അല്ലായിരുന്നു. അവരുടെ ആഗ്രഹം മുഴുവനും അവർ ഇടിവിൽ നിന്ന് rather than standing behind the pulpit, they wanted to stand in the gap, and they stood in the gap as intercessors. അതൊരു church growth, India Pentecostal Churchന്റെ church growthന്റെ വലിയൊരു കാരണം was the role of women. And അത് ഹെബ്രോൺ ചർച്ചിൽ ഞാൻ അത് നന്നായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ അമ്മച്ചിമാരും ഇവിടുത്തെ സിസ്റ്റേഴ്സും encouraging missions through prayer. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ പാസ്റ്ററങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു വൃക്ഷത്തിൻ്റെ ഒരു മരത്തിന് നമ്മൾ കാണുമ്പോൾ പുറമേ കാണുന്ന എല്ലാ ഫ്രൂട്ട് ഒക്കെ ആയിരുന്നു നമ്മൾ കാണുന്നത്, പക്ഷേ അതിന് വലിയൊരു വേരിലാണ് അത് ഉറച്ചു നിൽക്കുന്നത്. അതുപോലെയായിരുന്നു നമ്മൾ ഇവിടുത്തെ വുമൻസ് ഫെലോഷിപ്പ്. അത് അവർ പുറമേ പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും അവരായിരുന്നു സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒരു അടിത്തറ നൽകിയിരുന്നത്. സോ ലുക്കങ്ങളിലോട്ട് വരുമ്പോൾ ഞാൻ പണ്ട് തൊട്ട് കുഞ്ഞിലെ തൊട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. അങ്കിൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്തിട്ട് മീൻസ് മിഷണറി ആയിട്ട് പോയിട്ട് മിഷൻ ഫീൽഡിലൊക്കെ പോയി തിരിച്ച് വന്നിട്ട് അങ്കിളൊരു ടെസ്റ്റിമണി ഇവിടെ ഷെയർ ചെയ്യും. അത് ഞാൻ കണ്ടിട്ടുള്ള നമ്മളൊക്കെ യാത്ര ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ വീട്ടുകാരോട് കഥ പറയുന്ന പോലത്തെ ഒരു രീതിയിൽ അങ്കിൾ ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാകും, ഇവൻ കുഞ്ഞു കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ അങ്കിൾ ടെസ്റ്റിമണി ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. സോ അതെങ്ങനെയായിരുന്നു അങ്കിൾ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ലൈക്ക് ഹെബ്രോൺ ചർച്ചിൽ തിരിച്ച് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഫീലിംഗ്? 2003 തൊട്ടുള്ള പീരീഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ചർച്ചുമായിട്ട് കൂടുതൽ ഇൻവോൾവ് ആകാൻ സാധിച്ചത്. കാര്യം ഞാൻ പ്രിമച്വർ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും വേറെ ചുമതല ലഭിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഡാഡി പാസ്റ്റർ TS എബ്രഹാം ആ സമയത്ത് എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നീ എൻ്റെ കൂടെ ചേർന്ന് കഷ്ടം സഹിക്കുക എന്ന ആ വാക്യം പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ ഉൾക്കൊള്ളുന്നത്. അങ്ങനെ കർത്താവിൻ്റെ വലിയദാസിൻ്റെ കൂടെ പല മീറ്റിങ്സിൽ പോവുകയും പല സഭകൾ വിസിറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ആരംഭിച്ച സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയും പല പാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് മിഷൻ ട്രിപ്സിനൊക്കെ വടക്കേന്ത്യയിലും പിന്നെ വടക്കൻ കേരളത്തിലുള്ള വടക്കൻ പ്രദേശങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു. ചില ഗ്രൂപ്പ്സ് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ചില പ്രിയപ്പെട്ടവരെ ഈ കുമ്പനാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി വന്നപ്പോഴവർക്കും ഇതേ ആത്മഭാരമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും ഒരാഴ്ച ചിലപ്പം 3 ആഴ്ചകൾ ഒക്കെ ഒരു നേരം വിട്ട് ഉത്സിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഒരു മിഷൻ യാത്ര തുടങ്ങുന്നത്. ആ പ്രാർത്ഥനയുടെ പിൻബലത്തോടെ പോകുന്ന സമയങ്ങളിലും മാത്രമല്ല എനിക്കൊരു വലിയൊരു ഒരു കാര്യമായിരുന്നു പ്രഭാതത്തിൽ വന്ന് സഭയിൽ ഹാളിൽ വെച്ച് സാങ്ച്വറിയിൽ വന്ന് അന്ന് അതാത് സമയത്തുള്ള ദേവദാസന്മാരുടെ കൂടെയും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പല പ്രിയപ്പെട്ടവരെയും ഒക്കെ ചേർത്തൊരു പ്രഭാത പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു കോട്ടയായിട്ട് ഞാൻ മുന്നോട്ട് പോയി. പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പല അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു സമയത്ത് ഞാൻ അവിടെ ഛത്തീസ്ഗഡിൽ പോയ സമയത്ത് ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുകയായിരുന്നു അംബികാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. രാത്രിയിൽ വേറൊരു ദേവദാസൻ പ്രസംഗിക്കേണ്ടതായിരുന്നു. ഞാൻ 1-2 വാക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ളൊരു സമയം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം വലിയൊരു മഴക്കോള അവിടെ വരികയും ഒരുപാട് വിശ്വാസികൾ അവിടെ പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്നവരൊക്കെ
ആ യോഗത്തിൽ കൂടുകയും ഏതാണ്ടൊരു 800 പുതിയ വിശ്വാസികളും പുതിയൊരു വിശ്വാസത്തിലേക്ക് വരുന്നവരും ഒക്കെ ചേർന്നൊരു മീറ്റിംഗ് ആയിരുന്നു. മുട്ടനൊരു മഴ പെയ്യാൻ തുടങ്ങി. മീറ്റിങ്ങിന് ഒരു 10-15 മിനിറ്റ് മുമ്പ്. അപ്പം എനിക്കൊരു പ്രേരണ തോന്നിയിട്ട് എനിക്ക് നല്ലപോലെ ഹിന്ദി സംസാരിക്കാം. അപ്പോൾ ആ ദേവദാസൻ അവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് പ്രസംഗിക്കാനും ഉണ്ട്. പക്ഷേ ദൈവം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രേരണ അനുസരിച്ച് ഞാൻ എല്ലാവരെയും അവിടെ നിർത്തി മൊത്തം ആ സഭ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറഞ്ഞോടൊപ്പം തന്നെ മഴയെ നിർത്തി തരണമെന്ന് എല്ലാവരും അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടുന്നാണോ ഈ മേഘങ്ങൾ വന്നത് അങ്ങനെ തന്നെ ആ മേഘങ്ങളെല്ലാം പോയി നല്ലൊരു ക്ലിയർ വെതർ കിട്ടി. അപ്പം സമയത്തിന് ആ മീറ്റിംഗ് ആരംഭിക്കാനും ഒത്തു. അത്രയും പേര് അത് സാക്ഷ്യത്തിൻ്റെ വകയായി അവർ കണ്ട് ഒരുപാട് പേര് രക്ഷിക്കപ്പെടുകയും അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ അന്നൊരു വലിയൊരു ഉണർവ് സംഭവിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇതൊരു എക്സാമ്പിൾ എന്നേ ഉള്ളൂ. അങ്ങനെ പല എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വെറുതെ കാശ് ചെലവ് ചെയ്ത് ഒരു മിഷൻ യാത്രയ്ക്ക് പോവുമല്ല, പ്രത്യുത അതിനുവേണ്ടിയുള്ള ഒരുക്കത്തോടെ ഉള്ള ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്നത് പോലെ പട്ടാളക്കാർ നല്ല അമ്യൂണിഷൻസൊക്കെ എല്ലാം സ്റ്റോർ ചെയ്ത് എമർജൻസി റാഷൻസൊക്കെ കൈവച്ചിട്ടൊക്കെയാണല്ലോ ഇറങ്ങിത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മിഷൻ യാത്രയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുടെ ഒരു വലിയൊരു പിൻബലവും ആ ഒരു അസറ്റാണ് നമുക്ക് വിജയം നൽകി വന്നത്. അപ്പം ആ വിഷയത്തിലും IPC ഹെബ്രോൺ ചാപ്പിൾ ഈ സഭ എനിക്ക് വലിയൊരു പിന്തുണയായിരുന്നു. ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു പ്രിയ അച്ചായനെ ഞാൻ മറക്കാനൊക്കത്തില്ല, T. ജോൺ അച്ചായൻ. അദ്ദേഹം ഇപ്പം ജീവനോട് ഇരിക്കുകയല്ല, പക്ഷേ അദ്ദേഹം ഇങ്ങനെ സ്കൂട്ടറെ വന്ന് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് കൃത്യം ഇവിടെ എത്തിച്ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്തുള്ള പാസ്റ്ററിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും പല കാര്യങ്ങൾക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പലരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സഭയുടെ ഒരു വലിയൊരു വിജയത്തിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ഫോഴ്സ് പുറയിലുണ്ടായിരുന്നു. അത് ഇന്ന് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ പലരോട് ഞാൻ എൻകറേജ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ PYPA ലുള്ള എല്ലാ യൗവനക്കാരോടും ഇത് പറയട്ടെ, പ്രാർത്ഥനയുടെ പിൻബലം വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യത്തിലൊക്കെ ദൈവം നൽകുന്ന ഒരു വലിയൊരു ശക്തിയാണ്, ഒരു ബലമാണ് പ്രാർത്ഥന എന്ന ഒരു ജീവിതം. പ്രാർത്ഥനയുടെ ജീവിതത്തിൽ എല്ലാവർക്കും പല കാര്യങ്ങൾ അതിശയകരമായ ദൈവം നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻറ്റിയുടെ മിനിസ്ട്രിയിൽ ഹെബ്രോൺ ചർച്ചിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ബിക്കോസ് പ്രത്യേകിച്ച് ഞാൻ ഇൻവോൾവ് ആയിരിക്കുന്ന ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാർ, ഇതിനു മുമ്പും ഇപ്പോഴും ഉള്ള ദേവദാസന്മാർ ഓൾവേസ് have prayed. Their prayer support has been tremendous for India Bible College and Seminary. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും തന്നെ, വത്സൻ ചായൻ ആൻഡ് ഓൾ ഓഫ് us know, മമ്മിയും ഡാഡിയും ഉള്ള ടൈമിലും ഡാഡിക്കും മമ്മിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും മിനിസ്ട്രി, ബൈബിൾ കോളേജിൻ്റെ മിനിസ്ട്രി ഓർത്തും സ്റ്റുഡൻസ്, ഫാക്കൽറ്റി അവർക്ക് കൊടുക്കുന്ന എൻകറേജ്മെൻറ്റ്, സ്റ്റുഡൻസ് ഇവിടെ വരുമ്പം അവർക്ക് ഗിവിങ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചേർച്ചാണ് ഹെബ്രോൺ ചാപ്പൽ. പലരും വന്ന്
കോളേജിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും പഠിച്ച ആൾക്കാരെ പറ്റി ചോദിക്കുകയും ആരെങ്കിലും പ്രത്യേകമായിട്ട് സാക്ഷ്യം പറഞ്ഞത് അത് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ട്രെമൻഡസ് ബൂസ്റ്റ് ടു അവർ മിനിസ്ട്രി. സോ ഹെബ്രോൺ ചാപ്പൽ, ഹെബ്രോൺ ചർച്ച് എൻ്റെ പേഴ്സണൽ മിനിസ്ട്രി എന്നെ എൻകറേജ് ചെയ്യുന്നവരോടൊപ്പം തന്നെ ബൈബിൾ കോളേജിൻ്റെ മിനിസ്ട്രിയെയും റെക്കഗ്നൈസ് ചെയ്യുകയും എൻകറേജ് ചെയ്യുന്ന ഒരു റോളാണ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ഫോർ ദാറ്റ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ദ ചർച്ച്. ഓക്കെ, അതിൽ നമ്മളിത്ര സീരിയസ് ആയിട്ട് പറയുമായിരുന്നു. അപ്പം ചെറിയൊരു ടാസ്ക് ഞാൻ പറയാം. ഞാൻ ആദ്യം വേറെ രീതിയിലാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ടൈം കിട്ടിയില്ല. സോ നിങ്ങൾ 2 പേരിൽ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ പാട്ട് പാടണം. ഏത് ഭാഷയായാലും കുഴപ്പമില്ല. ഒരുമിച്ചാണോ, ഡ്യുവറ്റ് ആണോ, അതോ സിംഗിൾ ആയിട്ടാണോ, സോളോ ആണോ? ഡ്യുവറ്റ് ആണെങ്കിലും ഓക്കെ, സിംഗിൾ ആണെങ്കിലും ഓക്കെ, സോളോ ആണെങ്കിലും. Which is your favorite? ഇയാൾ പാടാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടാ, എല്ലാവർക്കും അറിയുന്നൊരു ഗീതമാണ്. അതാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. Give thanks with a grateful heart. അതായിരിക്കും. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ His Son. And now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. And now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. Give thanks. Wow. Thank you. All thanks to Jesus Christ. നമ്മുടെ ഇന്നത്തെ ഹെബ്രോൺ ചർച്ചിലെ യൂത്തിനെ പറ്റി അങ്കിളുടെ ആൻറ്റിയുടെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ യൂത്ത്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവരാണ്. ഒത്തിരി എനർജിയും ഒത്തിരി പുതിയ പുതിയ ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അതിൻ്റെ കാരണം അവരുടെ കൊച്ചിലെ തൊട്ട് ബാല്യകാലങ്ങളിൽ തൊട്ടുള്ള സൺഡേ സ്കൂളിൽ ഉള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റും വാക്യങ്ങൾ പാഠമായിട്ടത് പറയുകയും അവരുടെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് വളർന്നു വരികയും ഒക്കെ ചെയ്യുകയും അവർക്കൊരു സഭയ്ക്കകത്തെങ്കിലും ഒരു പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റിറ്റീവ് നേച്ചറായിട്ട് നല്ല രീതിയിൽ എനിക്ക് കർത്താവിൻ്റെ ഒരു സാക്ഷ്യമായി തീരണം എന്നുള്ളൊരു മനസ്സോടെയാണ് പലരുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പാസ്റ്ററിൻ്റെ കൈ ആ വിഷയത്തിൽ വളരെ മുൻപന്തിയിലാണ്. സഭയിലെ പാസ്റ്റർ, ഇപ്പോഴത്തെ പാസ്റ്റർ ഡി സാംകുട്ടി അവർ മാത്രമല്ല, പിൻകാലങ്ങളിലുള്ള പാസ്റ്റേഴ്സും നമ്മുടെ യൗവനക്കാരെ ആ രീതിയിൽ വളർത്തി വരുത്തുകയും നല്ല ശിക്ഷണം നൽകുകയും അവർക്ക് വേണ്ടിയുള്ള ഉത്താശകൾ നൽകുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ പഠിപ്പിച്ചു വരുന്ന ഒരു ദേവദാസന്മാരാണ് ഹെബ്രോൺ സഭയിലുള്ളവർ. അങ്ങനെ ബിഗ് താങ്ക്സ് ടു ഓൾ ആർ പാസ്റ്റേഴ്സ് ഓഫ് ടുഡേ ആസ് വെൽ ആസ് യെസ്റ്റർഡേസ്. മാത്രമല്ല ഈ കുട്ടികൾ, ഈ യൗവനക്കാർ അതാത് സ്കൂൾസിലോ കോളേജസിലൊക്കെ പോയി വളരെ നന്നായി ശോഭിക്കുന്നവരായി തീർന്നിരിക്കുകയാണ്. കാര്യം അവർക്ക് നല്ല ട്രെയിനിങ് ഈ സഭയിൽ നിന്ന് കിട്ടുന്നതൊക്കെ അവരുടെ ആ ഭാവി കാര്യത്തിലുമൊക്കെ അവർ നന്നായി ചെയ്യുന്നു വരുന്നു. അപ്പോൾ എനിക്കൊരു എൻകറേജ്മെൻ്റായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്,
ഇത്രയും ടാലൻസ് ഉള്ള ഒരു യൗവനക്കാർ, വിത്ത് ഗേൾസ് ഓർ ബോയ്സ്, അവർ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലുള്ള എക്സാംസൊക്കെ പാസ്സായി പല MBAയും IASകാരും IPS ഓഫീസേഴ്സും അങ്ങനെ പല സിവിൽ സർവീസിലുള്ള പല ആവന്യൂസിലും എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഈ സഭയിൽ നിന്ന് ഇന്ന് വരയ്ക്കും ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ആരും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ സഭയിൽ നിന്ന് ഒറ്റൊരു മനുഷ്യൻ പോലും ഒരു IAS ഓഫീസറോ അല്ലെങ്കിൽ IPS ഓഫീസറായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം എൻ്റെ താല്പര്യം മുഴുവനും അങ്ങനത്തെ ചില യൗവനക്കാരെ കാണണമെന്നാണ്. മാത്രമല്ല ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, നഴ്സസ് ഒക്കെ അത് വളരെ കോമൺ ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മുടെ സഭയിൽ നിന്ന് ഒരു നല്ലൊരു കൂട്ടം മുന്നോട്ട് വരാനായിട്ട് പ്രയത്നിക്കുക. ഞങ്ങളെല്ലാവരും എൽഡേഴ്സ് ആയിരിക്കുന്നു, നാം എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആൻറ്റി, കുറേ നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആൻറ്റിക്കുണ്ട്, കുറേ ജനറേഷൻസ് ആൻറ്റി കണ്ടിട്ടുണ്ട്. സോ പണ്ട് ഏകദേശം നമ്മുടെ ചർച്ച ഇപ്പോൾ 100 വർഷം എത്തി നിൽക്കുകയാണ്. അപ്പം ആദ്യത്തെ ഒരു ജനറേഷൻ മുതൽ ഇപ്പോൾ വരെയുള്ള ജനറേഷൻ ഒരുപാട് ടൈം ലൈനിൽ തന്നെ ഒരുപാട് ഫേസസ് ചേഞ്ച് കണ്ടിട്ടുണ്ട്. സോ പഴയ കാലഘട്ടമല്ല ഇപ്പോഴത്തെ ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടം എൻ്റെ ഡിഫറെൻ്റ് ആണ്. സോ ഇനി അങ്ങോട്ട് കർത്താവ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇനിയും വീണ്ടും ഒരു കുറേ കാലത്തേക്ക് ഈ ഒരു ലെഗസി ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ജനറേഷനോട് എനിക്ക് എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? So first of all I want to also add on to what my husband stated. Hebron IPC Hebron Churchle youngsters at the Sunday school and PYPA, I'm very impressed with the present youngsters. Kore njangal it's 25 years ഞാൻ പെർമനൻ്റ് ആയിട്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ വളരെ ഈ 25 years I've seen a lot of growth among the young people and tremendous potential ഉള്ള യങ്സ്റ്റേഴ്സ് ഇന്ന് നമ്മുടെ ചർച്ചിലുള്ള ആയിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആൻഡ് എവ്രി വൺ ഹാസ് എ യുണീക്ക് എബിലിറ്റി. എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമുള്ളത് നമ്മുടെ PYPA ഗ്യാതറിങ്സിനും യൂത്ത് ആക്ടിവിറ്റീസിനൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് സീനിയേഴ്സിൻ്റെ ഒരു തണലില്ല, പക്ഷേ യങ്സ്റ്റേഴ്സ് ഇനീഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പം ഇറ്റ് റിയലി ഫിൽസ് മൈ ഹാർട്ട് വിത്ത് ജോയ് ആൻഡ് ഗ്രേറ്റ് ഹോപ്പ്. സോ അത് തന്നെ കാണുമ്പം ഇന്നത്തെ യങ്സ്റ്റേഴ്സ് പോകുന്ന പാതയിൽ ചർച്ചിൻ്റെ യങ്സ്റ്റേഴ്സ് പോകുന്ന പാതയിൽ ഫേംലി റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, അറ്റ് ദ സെയിം ടൈം ഈ ലോകത്തിലെ കണ്ടംപററി വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് ബീയിങ് അറ്റ് പാർ വിത്ത് വാട്ട് ദ വേൾഡ് ഹാസ് ടു ഓഫർ, ഹൗ ടു ലിവ് ദ വേർഡ്, how to use the word in the world, effectively walk the talk, and how to use the word of God മാത്രം നമ്മൾ ഞാൻ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാൻ ഒക്കത്തില്ല. യു ആർ ഇൻ ദ വേൾഡ്, യൂസ് ദ വേർഡ് ടു ടച്ച് ദ വേൾഡ്. അങ്ങനെ നമ്മുടെ യങ്സ്റ്റേഴ്സ് അവരുടെ ജോലി സമയത്തും പഠന സമയത്തും ഒക്കെ ദൈവവചനത്തിൽ വേരൂന്നി ഫേംലി റൂട്ടഡ് ഇൻ ദ വേർഡ് നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ട്രാൻസ്ഫോം ദ വേൾഡ്. ഏത് ടെക്നോളജി, ഏത് ജനറേഷൻസ് മുമ്പോട്ട് പോയാലും ദൈവവചനം ഇസ് yesterday, today and tomorrow the same, and it will give us the necessary wisdom and the strength for every generation. So trust in the Lord, rely on the word, be firmly rooted in the word and be anointed with the Holy Spirit. That will help you in every generation to meet every challenge in any generation. Thank you so much, Andy, for those words. Coming to the last question, അടുത്ത മാസം നമ്മുടെ 100th ആനിവേഴ്സറി ചർച്ചിനോടനുബന്ധിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ്. സോ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? So the plan നമ്മൾ ആരംഭിച്ചത് the planning started several months ago, but അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് പലത് ചെയ്ത് വരുന്നതോടൊപ്പം തന്നെ ഒരു 100-hour prayer our pastor initiative ആരംഭിച്ചു. And that is, I believe, going to be the answer to all and the foundation for all the activities that we are going to be involved in. July 12, 2025 ഒരു സാറ്റർഡേ ആണ്. അന്നായിരിക്കും നമ്മൾ എക്സാക്ട്ലി 100 years പൂർത്തിയാകുന്നതും. അന്നത്തെ ദിവസം
ചേർച്ചായിട്ടും ചേർച്ചിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള എല്ലാവരോടും വി ആസ്ക് ദാറ്റ് യു വിൽ ജോയിൻ us in prayer that God's name will be glorified on the 12th of July through the testimonies and the program at IPC Hebron Chapel. Anna. Second thing is, even as you pray with us, join us in celebrating and in blessing many other people through the celebrations held on that day. And we pray that അന്നുകൊണ്ട് ആ സെലിബ്രേഷൻസ് നിൽക്കുമെന്ന് മാത്രമല്ല, നിൽക്കാനുള്ള ഒരു പരിപാടിയല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. Ongoing future of the church, of the IPC Hebron Church, the youngsters will continue to walk in the ways of the Lord, and they will have generations if the coming of the Lord tarries. Our generations പുറമോട്ട് നോക്കി പറയണം, ബിക്കോസ് അവർ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് വാക്ക്ഡ് ഇൻ ഫെയ്ത്ത്ഫുൾനെസ്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നു എന്ന് അവർ പറയുന്ന രീതിയിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ആയിരിക്കട്ടെ, വളരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മേ ദ ലോർഡ് ബ്ലെസ് us. ആ കൂട്ടത്തിൽ ഈ 100ാമത്തെ വർഷത്തിൻ്റെ ആഘോഷത്തിൽ കൂടെ തന്നെ ജൂലൈ 12-ാം തീയതിക്ക് പാസ്റ്റർ ഡോക്ടർ ടി വാൽസൺ എബ്രഹാം ആ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത് ഡിക്ലെയർ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നുള്ളൊരു വിശ്വാസത്തോടെ നാം ഇരിക്കുകയാണ്. പിന്നെ ആ കൂട്ടത്തിൽ ഒരു സൊവനിയറും കൂടെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ആ വിഷയത്തിൽ പല പ്രിയപ്പെട്ടവർ അതിൽ പങ്കുചേരുകയും അനേകരുടെ ആർട്ടിക്കിൾസ് വരികയും അനേകരുടെ കോൺട്രിബ്യൂഷൻസ് അതിൽ വന്നിട്ടുണ്ട്. പലരുടെ പടങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സൊവനിയർ ഇറക്കാനായിട്ടുള്ളൊരു തീരുമാനത്തിൽ പോവുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും സഹായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മെമ്മറബിളായിട്ടുള്ളൊരു സൊവനിയർ ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ചിലപ്പം ഒരു ഇപ്പോഴത്തെ ജനറേഷന് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. എങ്കിലും ഒരു 10-25 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആരുമേ ചിലപ്പം ഇവിടെ കാണത്തില്ലായിരിക്കാം. എന്നാലും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അപ്പോഴത്തെ സമയത്തുള്ള ആരൊക്കെ ജീവിച്ചിരിക്കുന്നുവോ അവർക്ക് വേണ്ടി ഈ സുവനീർ പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഉദ്ദേശത്തോടെയും കൂടെയാണ് ഈ സുവനീർ ഇറക്കാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച് ആൻറ്റി മേഴ്സാൻഡി ലുക്കങ്കിൾ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന്. നിങ്ങളുടെ ലൈഫിലെ വിലയേറിയ സമയമാണ് ഞങ്ങൾക്ക് വേണ്ടി തന്നത്. താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. താങ്ക് യു സോ മച്ച് അഗെയിൻ. നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഞങ്ങൾ പുതിയൊരു ഗസ്റ്റുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു മേഴ്സാൻഡി ലുക്കങ്കിൾ. ഓർക്കുക. പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. ക്യാമറയുടെ പുറകിൽ പ്രവർത്തിച്ച ടിനു, ജോൺസജാൻ, ടെക്നിക്കൽ സൈഡിൽ നെഹമി, ജാൻ, ജോഹാൻ, കെനസ്, ഇതിൻ്റെ ഷോ പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ജസ്റ്റിൻ, ഇതിൻ്റെ ഒരു ഐഡിയ ജസ്റ്റിനാണ്. ജസ്റ്റിൻ, സോണി ചേച്ചി, ഫിന്നെ ചാച്ചൻ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. ഫിന്നെ ചാച്ചൻ, ബെൻസൺ അച്ഛൻ, എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. God bless all of you youngsters. We are very, very proud of you. അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. Thank you.